അവരൊക്കെ ഉണ്ട്, അതെല്ലാ സമൂഹത്തിലും ഇല്ലേ എന്നതുപോലെയാണത്. പക്ഷെ ക്രിസ്ത്യാനിറ്റിക്ക് 2000 വർഷമായിട്ട് കൃത്യമായിട്ട് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണെന്ന് കൃത്യം അറിയാം. നേരിയ സംശയങ്ങൾ വരുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാറുണ്ട്. ഷിജുമോൻ തങ്കപ്പൻ ഇടുന്നത് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ആണ്. അത് അവിടെ മിക്കവാറും ആളുകൾ പോകാറുണ്ട്, ആ ക്ലാസ് കേൾക്കാറുണ്ട്, പഠിക്കുന്നവർ പഠിക്കും, അത്രയും കാര്യമുള്ളൂ. അതിലിപ്പോ അതാണ് ഇതിനു വേണ്ടിയാണോ? ഇത് കഴിഞ്ഞാണോ? ഇത് കഴിഞ്ഞൊന്നല്ല, അതൊക്കെ നേരത്തെ തുടങ്ങിയ ക്ലാസ് ആണ്. ഞാൻ ഇട്ടിട്ടില്ല ക്ലാസ്, തൃത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടില്ല. തൃത്വം ഇന്ന് വേണമെങ്കിലും ഇടാം, അത് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരാറുണ്ട്. പിന്നെ നിങ്ങൾ ഇത് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങളെ ട്രാപ്പിലാക്കാൻ ഞങ്ങൾ വേറെ സാധനം കരുതി വെച്ചിട്ടുണ്ട്. അതാ ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് അത് പറ്റിയല്ല. നിങ്ങൾക്ക് ചരിത്രത്തിൽ കഴിയുന്നവരുണ്ട്, കയറി വാ. ഞാൻ ഇപ്പൊ തൃത്വം തന്നെ ചർച്ച ചെയ്തേക്കാം. ധൈര്യമുള്ളവൻ, ഇതേ പദം ഇപ്പൊ ഇസ്മായിൽ പറഞ്ഞതുപോലെ ധൈര്യമുള്ളവൻ, ആണത്തമുള്ളവൻ, ആ കഥ തന്നെ പറയാം, ആ പദം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ധൈര്യമുള്ളവൻ, ഒരു കഴഞ്ച് ധൈര്യമുള്ളവൻ തൃത്വം ചോദിക്കാൻ വാ, താങ്കൾ തന്നെ വാ. പക്ഷെ ഒരു കാര്യം, ഒരു മുസ്ലിമിന്റെ നിലപാടിൽ നിന്ന് ചോദിക്കണം. അതാണ് എന്റെ കണ്ടീഷൻ, ഒറ്റ കണ്ടീഷൻ. ഒരു മുസ്ലിമിന്റെ ചോദ്യമായിരിക്കണം, എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ചോദ്യമായിരിക്കണം, എന്ന് വെച്ചാൽ മുഹമ്മദിന്റെ ചോദ്യമായിരിക്കണം. അല്ലാതെ ഇവിടെ വന്നിട്ട് സനൂജ് കാലത്തോട് പേഴ്സണലി പറയുന്നതിന് ഞാൻ ഇവിടെ അഭിപ്രായം പറയത്തില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തൃത്വം പഠിക്കാനിരിക്കും, അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാം. നിങ്ങൾ എന്നോട് ഡിബേറ്റിന് വരികയാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ രൂപത്തിൽ വരാൻ ധൈര്യമുള്ള ഒരുത്തൻ ലോകത്തെവിടെയും ജീവിച്ചിട്ടുണ്ടോ? ലോകത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തൃത്വത്തെ പറ്റി എന്റെ രീതിയിൽ അല്ലെ ഞങ്ങൾ ആരുടെയെങ്കിലും അരികിൽ ചോദിക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തൻ മുസ്ലിമായിട്ട് ചോദിക്കണം. ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് തൃത്വത്തെ പറ്റി ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞ ആ സാധനം എടുത്തോണ്ടാ 5 മിനിറ്റുള്ളിൽ പൊട്ടിപ്പോകലേ? 5 മിനിറ്റ് വേണോ? പൊട്ടിത്തരിയല്ലേ? കാരണം തൃത്വത്തെ കുറിച്ച്, യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളായിരുന്നു അള്ളാഹു. അള്ളാഹു എന്തെല്ലാം പമ്പര വെട്ടിത്താ പറഞ്ഞു. ഉസൈർ ദൈവപുത്രനാണെന്നോ? എവിടെ ലോകത്താരും പറയാത്തില്ല ഇത്രയും വലിയ അബദ്ധം. ഈ എസ്രാ ശാസ്ത്രി ദൈവപുത്രനാണെന്ന് യഹൂദന്മാര് വിശ്വസിച്ചു, യേശു ദൈവമാണ്, ഈസാ ദൈവമാണെന്ന് ക്രിസ്ത്യാനി വിശ്വസിച്ചു. ഈസായുടെ കാര്യം ഞങ്ങൾ സമ്മതിച്ചു. ഉസൈർ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഈസാ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, ഈസാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആളല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ആള്. അപ്പോ ഉസൈർ എന്ന ഇത് ആരാ? നിങ്ങൾ തെളിവ് തന്നു വരണ്ടേ? ഒരു കാര്യം പറയപ്പെടണം, BC ഇത്രാ നൂറ്റാണ്ട് മുതൽ ഇത്രാ നൂറ്റാണ്ട് വരുന്ന പ്രവാചകനായിരുന്ന ഈ എസ്രാ ഞങ്ങൾക്ക് പ്രവാചകനല്ല, അത് വേറെ കാര്യം. ഈ എസ്രാ എന്ന് പറഞ്ഞ പ്രവാചകനെ ഇന്നടുത്ത് ജീവിച്ചിരുന്ന ഒരു മറ്റേ യഹൂദ സമൂഹങ്ങൾ ദൈവമായി വിശ്വസിച്ചിരുന്നു. അതിന്റെ തെളിവ് ഇതാ പിടിച്ചോ, 1, തെളിവ് 2, തെളിവ് 3. ഇത് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ചുമ്മാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ തെളിവെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ തരണ്ടേ? ബൈബിളിലെ വേഴ്സാണ് ക്രൈസ്ത്യാനിയുടെ തെളിവ്, ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ക്രിസ്ത്യാനിയുടെ തെളിവ്. പിന്നെ അതിലെ ലോജിക്ക്, യുക്തിസഹജമായിട്ട് ഇത് യോജിച്ചു വരുമോ? ഈ പറയപ്പെടുന്ന ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂവരും ചേർന്ന് എങ്ങനെ ഒന്നാകും? ഇതൊക്കെ ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചോളൂ. ആ ചോദ്യം ചോദിക്കാൻ ഒരു ക്രൈസ്തവൻ തയ്യാറാകുമ്പോൾ അതിന് സ്വീകാര്യമായ മറുപടി ബൈബിളിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കണ്ടേ? കാരണം എന്താ വെച്ചാൽ ആത്മീയ വിശ്വാസങ്ങൾ പലതും യുക്തിക്കപ്പുറത്ത് വിശ്വാസമാണ്. എന്താ അതിന്റെ കാരണം? നരകമുണ്ട്. എങ്ങനെയാ നിങ്ങൾ തെളിയിക്കുന്നത്? അല്ലെ ഞങ്ങൾ തെളിയിക്കുന്നത്? ബിക്കോസ് ബൈബിൾ സേസ് ഓർ ഖുറാൻ സേസ്. അതാണ് കാരണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ പറയുന്നു എന്ന് അവർക്ക് വേദമായി തോന്നുന്ന കാര്യങ്ങളിലെ രേഖയാണ് അവിടെ തെളിവ്. ആ തെളിവ് അങ്ങോട്ട് വെക്കുമ്പോൾ അവിടെ ലോജിക്കിന് സ്ഥാനമുണ്ടെങ്കിൽ ആ ലോജിക്ക് എന്ന് പറയുന്നത് രേഖയ്ക്ക് താഴെയാണ്, അല്ല അതിന്റെ മോളി വരികയല്ലേ? ഇത് ഇന്നലെ ചോദിച്ചല്ലോ, ഞങ്ങൾ ഇസ്മായിലിനോട് ചോദിച്ച ചോദ്യമാണ് ലാസ്റ്റ് ഘട്ടം. ഈ ദൈവത്തിന്റെ മുൻനിർണയം, അള്ളാഹുവിന്റെ മുൻനിർണയവും നരകവും കൂടെ യോജിക്കില്ല. ഞാനൊരു മാന്യ മുസ്ലിമായിട്ട് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു, സ്വർഗം ഉറപ്പുണ്ടോ? ഉറപ്പില്ല. കാരണം ഇവ തമ്മിൽ പൊരുത്തപ്പെടത്തില്ല. അപ്പൊ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ദാവാപ്രവർത്തനം നടത്തുന്നു? നിങ്ങൾ എവിടെ ഉത്തരം പറയും? അത് ലോജിക്കാണ്. അപ്പൊ ലോജിക്കലി ഒരു ചോദ്യം ചോദിക്കുന്നതും നിങ്ങളുടെ രേഖ വെച്ച് പറയുന്നതും 2 കാര്യമാണ്. നിങ്ങൾ പോലും ഞാൻ തൃത്വം പറയാനൊക്കെ റെഡിയാണ്, അത് നിങ്ങളോട് കൃത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയേക്കാം. പക്ഷെ മുസ്ലിമായിട്ട് ചോദിക്കണം. അതിന് ധൈര്യം ഉണ്ടോ? അല്ലെ ധൈര്യമുള്ള ഏതെങ്കിലും മുസ്ലിമിനെ ഒന്ന് പരിചയപ്പെടുത്തിത്താ, നമുക്ക് അന്നേരം ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ, ഞാൻ നിർത്തി. കൊടുത്തോട്ടെ സാറേ, ഒരു മിനിറ്റ്. അതായത് സാറോട് ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ, ഈ ത്രിയേക ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ, ഇത് മൂന്നും ഒന്നാണെന്ന് താങ്കൾ പറയുകയും പിന്നീട് താങ്കൾ തന്നെ പറഞ്ഞു പിന്നെ പിതാവല്ല കുരിശിൽ മരിച്ച പുത്രൻ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ തൃത്വം ഒക്കുകയാണ്? ഈ തൃത്വം ഒക്കുന്നില്ലല്ലോ അവിടെ. കാരണം പിതാവും പരിശുദ്ധാത്മാവും പുത്രനും ഒന്നാണെന്ന് താങ്കൾ പറയുകയും ഈ പിതാവല്ല ഈ കുരിശിൽ മരിച്ച പുത്രൻ എന്ന് പറയുന്നു. ഈ പിതാവല്ല മറിയത്തിന്റെ ഉദരത്തിൽ ജഡമായി വന്നത് എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവിടെ മൂന്നാളായിട്ടല്ലേ കിടക്കുന്നത്? അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ മൂന്നിനെ ഒന്നിലായി കൊണ്ട് മുട്ടിക്കുന്നത്? അതിപ്പോ ഞാൻ ചോദ്യമാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പവും അക്കാര്യത്തില്ല. നിങ്ങൾ ചോദ്യം ഞാനിത് കണ്ടില്ല. അല്ല, അത് പറഞ്ഞു തരാം, ഒരു കുഴപ്പമില്ല. അതൊന്ന് സാറ് പറഞ്ഞത് കുഴപ്പമില്ല, ഞങ്ങൾക്കൊന്ന് കേൾക്കാനാണ്. കാരണം താങ്കൾ തന്നെ പറഞ്ഞിട്ട് താങ്കൾ തന്നെയാണ് പറഞ്ഞത്. ഞാനും താങ്കളുമായിട്ട് സംസാരിക്കുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതാണ് ഈ പിതാവല്ല പുത്രനല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഇത് മൂന്ന് ആളുകളായി മാറിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ത്രിയേകം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ത്രിയേകം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അവിടെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ത്രിയേകം എന്നതുകൊണ്ട് ക്രൈസ്തവൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല. ക്രൈസ്തവന്റെ വിശ്വാസം അത് വേറെ ഒരു വസ്തുതയാണ്, അത് കൃത്യം തന്നെ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് എന്താ പറയുക, ടെസ്റ്റ് ചെയ്യിക്കുകയാണ്. നിങ്ങൾ മുസ്ലിമായിട്ട് ചോദിച്ച ഉത്തരം പറയാം. അതായത് മുസ്ലിങ്ങൾ തൃത്വത്തെ എതിർക്കുന്നു അല്ല എന്നതിന്റെ കാരണത്താൽ ആ സാർ, വചനം ഞാൻ വെച്ചിട്ട് ടെസ്റ്റ് എന്നോട് ചോദിച്ചാൽ ചെയ്യിക്കാൻ ഞാൻ മറുപടി പറയാം. ചോദിച്ചല്ലോ സാർ. ഞാൻ സാറ് പറഞ്ഞതായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സാർ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ സാറോട് ചോദിച്ചപ്പോ സാറെന്ന് ഞാൻ പറഞ്ഞില്ലേ 20 മിനിറ്റ് സാർ അതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞില്ലേ. അന്ന് സാറ് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്ന പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ് എന്ന് സാർ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് പിന്നെ ഈ മൂന്നും ഒന്ന് എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു ഇസ്ലാം ലോജിക്ക് മത പറയാം, വിശ്വാസിയാണ്. ഞാൻ ലോജിക്ക് ഏകദൈവത്തിൽ പറയാം. അല്ല, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാനെന്നല്ല, ഈ ലോകത്തുള്ള ആരോട് ചോദിച്ചാലും നിന്റെ ദൈവം എന്ന് വെച്ചുകൊണ്ട് അള്ളാഹു എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. ഏതൊരു മുസ്ലിം അതാണ് പറയാ. ഇപ്പൊ ഇവിടെ താങ്കൾ ഇപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ താങ്കളെ വിശ്വാസം പഠിക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. താങ്കളോട് ഇപ്പൊ ഞാൻ വന്ന് അല്ല ചോദിക്കുകയാണ്, ഇപ്പൊ അല്ല, നിങ്ങൾ ഒരു മിനിറ്റ് തലോടി ജിബ്രീൽ തലോടി തലോടി തലോടി, ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ ഞാൻ മ്യൂട്ട് കൊടുത്തോട്ടം ചെയ്യാം. പാസ്റ്റർ എന്റെ കൺഫ്യൂഷൻ ഇല്ലില്ല, നിങ്ങളുടെ ഈ ലേമാൻ കളി വേണ്ട. തലോടി, അല്ല, ഇവിടെ ഞാൻ നിങ്ങളുടെ ഒന്ന് ലേമാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. കളി വേണ്ട. നിയമാനല്ല, അല്ല, അദ്ദേഹം ഇപ്പൊ ഒരു കാര്യം ഒരു മിനിറ്റ് തലോടി ഒന്ന് മ്യൂട്ട് ചെയ്യ്, തലോടി ഒന്ന് മ്യൂട്ട് ചെയ്യ്, തലോടി ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യ്. മ്യൂട്ട് ഇപ്പൊ ചെയ്യാം. കൊടുത്തോട്ടം അതൊന്ന് പാസ്റ്റർ അല്ല, കൊടുത്തോട്ടെ സാർ, കൊടുത്തോട്ടെ സാർ കൊടുത്തോട്ടം പാസ്റ്റർ ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ സാർ ഒന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ ഈ അല്ല ഒരു മിനിറ്റ് ഒന്ന് സാറൊന്ന് മ്യൂട്ട് ചെയ്യ്, പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് തന്നിട്ട് മ്യൂട്ട് ചെയ്യ്. അല്ലല്ല, ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഇവിടെ കൊടുത്തോട്ടം പാസ്റ്റർ എന്ത് പറഞ്ഞേ? നിങ്ങൾ ഇസ്ലാം എന്ന പ്രിമൈസസിൽ നിന്ന് ചോദിക്കണം. ഇവിടെ ഞങ്ങൾക്ക് ഏത്തിയസിനോട് ആൻസർ പറയേണ്ട രീതിയിലാണോ ഇസ്ലാമിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? കൊടുത്തോട്ടം പാസ്റ്റർ എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞേ? നിങ്ങൾ ഇസ്ലാമിന്റെ പ്രിമൈസസിൽ നിന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ലേമാനായിട്ട് നിന്ന് ചോദിക്കാതെ. ഇവിടെ അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഉടായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രിമൈസസിൽ നിന്ന് ചോദിക്കത്തില്ല. അതുകൊണ്ടാണ് കൊടുത്തോട്ടം പാസ്റ്റർ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ് നിങ്ങളൊരു മുസ്ലിമായി ഇസ്ലാമിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് സംസാരിക്കുക എന്നാണ് കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞത്. ബാക്കി കൊടുത്തോട്ടം ഞാൻ പാസ്റ്റർ അതിന്റെ ഉത്തരം പറഞ്ഞു. മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം മത സാറേ വിശ്വാസിയാണ്, സാറേ സാറേ ഏകദൈവത്തിൽ ആരാധിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് താങ്കളോട് സാറോട് ഞാൻ ചോദ്യം ചോദിച്ചത്. സാർ തന്നെ അല്ലല്ല, ആ പറഞ്ഞു ഇത് ചോദ്യം മൂന്നും നിങ്ങൾക്ക് ഇസ്ലാമിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമല്ല, പറയാം അല്ല, അതിലേക്ക് ഈ വരിക. മൂന്നും അല്ല, ഈ അല്ല ഈ അല്ലല്ല അല്ല, മൂന്നും ഇത് കേട്ടെ, അത് പറയാം. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. നിങ്ങൾ അന്ന് ഈ മനസ്സിലായെന്നുണ്ടെങ്കിൽ സാർ ഒന്ന് വിവരിച്ചു തന്നേരും. പറയാം, മുഹമ്മദ് ഈസയും ആരീസ് മദനിയെ അന്ന് ചോദിച്ചാലും ഞങ്ങൾ ഇത് എടുത്തിടാൻ വേണ്ടിയിരുന്ന അത് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുമ്പോൾ ഇവർ ആ വഴി വരുന്നില്ല. അപകടം മണത്താണോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ എന്നോട് ഏത് മുസ്ലിം ചോദിച്ചാലും നിങ്ങൾ മുസ്ലിം ഭൂമികയിൽ നിന്നുകൊണ്ട് ചോദിക്കണം. മുസ്ലിം ഭൂമികയിൽ നിന്നുകൊണ്ട് ചോദിക്കില്ല. എന്താ അർത്ഥം? ഞങ്ങളിതാ പറയുന്നത്, ഇപ്പോഴത്തെ ദാവാക്കാരന്റെ മുഴുവൻ നിലപാടും അമുസ്ലിം നിലപാടാണ്. കാരണം നിങ്ങളുടെ ഖുറാനിലെങ്ങും ബൈബിൾ തിരുത്തിയെന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് തിരുത്തി. നിങ്ങൾ തെളിയുക, നിങ്ങൾ ഖുറാനും തരണം. അല്ല ബൈബിളിലെ 2 വാക്യം എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരവാവില്ല. ഈ ഇസ്ലാം പറയുന്നതായിട്ട് പറയണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇത് തീർന്നില്ല. ആലു ഇമ്രാൻ 69 മുതൽ എനിക്ക് സാറേ 72 വരെയുള്ള വചനങ്ങൾ താങ്കൾ വായിച്ചോളൂ. അത് വായിച്ചോളൂ, എനിക്ക് താങ്കൾ വായിച്ചോളൂ. എനിക്ക് അതിൽ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. വേദക്കാരെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ആലു അങ്ങോട്ട് ഇമ്രാൻ നിങ്ങൾ ആലു നിർത്ത് ഇമ്രാൻ പ്ലീസ്. 69ന്റെ നിങ്ങൾ നിർത്തിക്കേ. എനിക്ക് അവസരം തരാം. കൊടുത്തോട് സാർ ഒന്ന് വായിച്ചോളൂ, വേണം ഞാൻ വായിച്ചു എനിക്ക് തരാം. ഞാൻ പറയും തീർന്നില്ല. അത് ഇടയ്ക്ക് കയറാതെ. നമ്മൾ തലോടി, ഭംഗിയായിട്ടായി ചർച്ച കൊടുത്തോട്ടം ചെയ്തു. പാസ്റ്റർ സംസാരിക്കട്ടെ. എത്രയോ ഭംഗിയായിട്ടായി ചർച്ച കൊണ്ടുപോകുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കയറില്ല. നിങ്ങൾക്ക് എത്രയോ സമയം വെള്ളം തരാം ഇവിടെ. അല്ല, കൊടുത്തോട്ടം പാസ്റ്റർ മൈക്ക് മ്യൂട്ടാ കേട്ടോ. കൊടുത്തോട്ടം പാസ്റ്റർ ആ മൈക്ക് മ്യൂട്ടാ. മ്യൂട്ടാണ്, അതാണ് ഞാനും നോക്കിയിരുന്നത്. ഞാനും വിചാരിച്ച സൗണ്ട് ഇതായപ്പോ ഞാൻ വിചാരിച്ച എന്റെ നെറ്റ്വർക്ക് ആയിരിക്കും. എന്റെ നെറ്റ്വർക്ക് പെർഫെക്റ്റ്. കൊടുത്തോട്ടം പാസ്റ്റർ ഒന്ന് എക്സിറ്റ് ആയിട്ട് തിരിച്ചു വരാമോ? കൊടുത്തോട്ടം പാസ്റ്റർ കേൾക്കുന്നുണ്ടെ ഒന്ന് എക്സിറ്റ് ആയിട്ട് തിരിച്ചു വരാമോ? കൊടുത്തോട്ടം പാസ്റ്റർ എന്തോ ഫോൺ വല്ലതും വന്നാന്ന് തോന്നുന്നു. ഞാനൊരു അദ്ദേഹം കാര്യം റെഫറൻസ് നോക്കാം. തലോടി, അദ്ദേഹം ചിലപ്പോ റെഫറൻസ് നോക്കായിരിക്കും ചിലപ്പോ. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ പൊന്നു സഹോദരൻ. അതിന്റെ നിങ്ങൾ ആവശ്യമൊന്നും ഇസ്ലാമിക തോന്നുന്നില്ല. പണ്ഡിതന്മാരെ പോലെയല്ല. അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ തോക്കിൽ കയറി വെടിവെക്കാതെ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സംസാരം പോകുന്നത്. അതുകൊണ്ട് പ്ലീസ് ജസ്റ്റ് കീപ് ക്വയറ്റ്. കൊടുത്തോണ്ട് പാസ്റ്റർ എന്തോ നിങ്ങൾ ഈ ആക്ഷേപം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും വിനയായി വരുന്ന സാധനം ഇതാ, റെഫറൻസ് നോക്കാൻ പോയത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതുമായിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞു, തെളിവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആലു ഇമ്രാൻ 69 മുതൽ. തത്വത്തിന്റെ പ്രശ്നം ഇന്ന് സോൾവ് ചെയ്യുന്നതായിരിക്കും. യു ആർ എ മുസ്ലിം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അത് മതി. അതൊന്ന് തെളിയിച്ചു. ഇവിടെ ലേമൻ ചോദ്യം വേണ്ട. തീർച്ചയായും മുസ്ലിമിന്റെ ലേമാൻ ചോദ്യം ചോദിക്കത്തില്ല. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ ഉറപ്പ് പറഞ്ഞത്. കിതാബിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഞാൻ അദ്ദേഹം മുമ്പ് പറഞ്ഞു ബൈബിള് തിരുത്തപ്പെട്ടു എന്ന് പറയുന്നത് വേദക്കാരെ പറ്റിയിട്ട് ഞാൻ ഒരു വാക്യം അവിടെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. ആലു ഇമ്രാൻ 69 മുതൽ 72 വരെ അദ്ദേഹം ഒന്ന് വായിച്ചോട്ടെ. അതിൽ ശരിക്കും വേദക്കാരെ പറ്റി എന്താണ് ഖുർആൻ പറയുന്നതും അവരെന്താണ് സമൂഹത്തോട് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്.
അതാണ് അദ്ദേഹം ചോദിച്ചത്. അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് തൃപ്തം തലോടി ഒന്ന് തെളിയിച്ചു കൊടുത്തോട്ട് തന്നാൽ തലോടി പാസ്റ്റ തലോടി ആ കൊടുത്തോട്ട് പർട്ടിക്കുലർ പാസ്റ്റ വേഴ്സ് അതല്ല ചർച്ച വേദക്കാരെന്ന് പറയുന്നില്ല. ചെയ്തുകൊണ്ടിരുന്നത്. ആ വേഴ്സ് വേദക്കാരെന്ന് പറയുന്നില്ല. അതേസമയം നിങ്ങളുടെ ഖുറാനിലെ സൂറ ഒരു 15 തോന്നുന്നു, അവിടെ മിനിറ്റ്. പറയുന്നുണ്ട് ഖുറാൻ വാസ് ഷ്രെഡഡ് ഇൻ ടു പീസസ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഖുറാനിൽ ഖുറാൻ തന്നെ തിരുത്തി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പർട്ടിക്കുലർ ആയത്ത് വേദക്കാരെ പറ്റി എന്ന് പറയുന്നില്ല. അവിടെ അവിടെ പറയുന്നില്ല, തീർച്ചയായിട്ടും പറയുന്നില്ല. മുഹമ്മദ് പറഞ്ഞിട്ടില്ല വേദക്കാർ അവരുടെ വേദം തിരുത്തിയെന്ന്. ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ടിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല പിന്നെ ക്രിസ്തീയര് അവരുടെ വേദം തിരുത്തിയെന്ന്. ഇത് പിന്നീട് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാം, കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഖുറാൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ബൈബിളിനെ, യേശു ക്രിസ്തുവിന്റെ മരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷെ ഇത് പിന്നീട് വന്ന സംഭവമാണ്. ഈ തിരുത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തപ്പം വന്ന ഒരു വാദമാണ്. ഇത് എന്ത് ഈ എതിരെ പറയാൻ വേണ്ടി വന്ന ഒരു വാദമാണ്. അത് ആദ്യകാല ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. അല്ല, ഞാൻ ഞാനൊന്ന് തലോടി പറയട്ടെ ബ്രദർ, ഞാൻ ഞാനൊന്ന് ഒന്നുകൂടി പറയട്ടെ. കൂട്ടി പറയാ അല്ല ലീസിന്റെ ഞാൻ ഒരു കാര്യം ഞാൻ ഒരു ഒന്നുകൂടി ഞാൻ പറയട്ടെ. മിനിറ്റ്, കൂട്ടി ഒരു പറയാണ്. മിനിറ്റ്. അനുകോട്ടി തോട്ടം പാസ്റ്റർ സാറ് ലൂയിസ് മുഹമ്മദ് പറയാത്ത പ്ലീസ് 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 ഇടയ്ക്ക് കയറല്ലേ പ്ലീസ്. ലൂയിസ് ബ്രദർ അല്ല, ഒരു ഇപ്പൊ ആരാ അവിടെ മിനിറ്റ്. വേദക്കാരെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു ഗിബോർ ഭായി? ഇപ്പൊ ആരോ ഒന്ന് പറഞ്ഞല്ലോ അവിടെ വേദക്കാരെന്ന് പറയുന്നില്ല. അത് നിങ്ങൾ ആരോ ഞാൻ പറഞ്ഞു അതൊന്ന് പറയാവോ? ആ കറക്റ്റ് വേഴ്സ് ആ എടുത്തിട്ട് അതിന്റെ ഭാഗം ഒന്ന് തഫ്സീർ വായിച്ചാൽ ഒരു നോക്കിയിട്ട് മതി. ഞാൻ മിനിറ്റ്. പറയാം. 69 മുതലൊന്ന് ആദ്യകാല വായിച്ചാൽ തഫ്സീർ മതി. നോക്കിയിട്ട് ഞാൻ പറയാം. സ്റ്റീഫൻ വേണ്ട, ബ്രദർ, 69 സ്റ്റീഫൻ മുതലൊന്ന് ബ്രദർ, ഞാൻ വായിച്ചാൽ മതി. വേണേ വായിച്ചുതരാം. ഞാൻ വേണേ അല്ല വായിച്ചുതരാം. എല്ലാരും കൂടെ സ്റ്റീഫൻ കേറാതെന്തോ ബ്രദർ, എല്ലാരും ഒന്ന് മ്യൂട്ട് ആക്കും പ്ലീസ്. ഇത് ചർച്ച കൊല്ലപ്പെടുത്തല്ലോ പ്ലീസ്. സ്റ്റീഫൻ ബ്രദറെ അപാരം തന്നെ കേട്ടോ ബ്രദറെ. സ്റ്റീഫൻ ബ്രദർ, 69 സ്റ്റീഫൻ വചനം മുതൽ ബ്രദർ. തുടങ്ങുന്ന തന്നെ വേദക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതൊന്ന് ഈ വായിച്ചു പതിനഞ്ച്. തരാം. ബൈബിള് തിരുത്തിന്ന് മുഹമ്മദോ ഖുറാനോ പറയുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അതേസമയം ഖുറാൻ വാസ് ഷ്രെഡഡ് ഇൻ ടു പീസസ് എന്ന് ഖുറാൻ തന്നെ പറയുന്നുണ്ട്. ഖുറാന്റെ സൂറ 15. നിങ്ങൾ അതല്ല പറഞ്ഞത്, ഈ ഭാഗത്ത് വേദക്കാരല്ല എന്നാ പറഞ്ഞത്. ഓക്കെ, എനിവേ ഇനി ഞാൻ അല്ല, കൂടുതൽ റെഫറൻസ് ഭായി. അദ്ദേഹം പറഞ്ഞ ഭാഗം, ആ തലോടി പറഞ്ഞ ഭാഗം, അതെ, ഏതായിരുന്നു? റെഫറൻസ് ഞാൻ ചോദിക്കുന്നത് അതിനോട് ഞാൻ. ആലു ഇമ്രാൻ 69 മുതൽ 69 അല്ല, ആലു പിന്നെ ഇമ്രാൻ എന്ന് 70 പറയാതെ ചാപ്റ്ററിന്റെ സോറി ആ അത് അധ്യായത്തിന്റെ നമ്പർ മൂന്നാമത്തെ പറ, സൂര്യന്റെ നമ്പർ പറ. അധ്യായം 3 69 70 71 72 അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ സാർക്ക് നല്ലോണം മനസ്സിലാവും. അതാണ് ഒരു കൊടുത്തോട്ടം ഒരു നേരത്തെ മിനിറ്റ്, ചോദിച്ചത്. ഒരു മിനിറ്റ്. ഓക്കെ ഞാൻ എടുത്ത് ഞാനിവിടെ വായിച്ചോളാം. ഓക്കെ, താങ്ക് സ്റ്റീഫൻ ബ്രദർ, പാസ്റ്റർ കൊടിത്തോട്ടമാണ് ഉത്തരം പറയേണ്ടത്. പാസ്റ്റർക്ക് ഇവിടെ ആരും, ഇവിടെ ഇരിക്കുന്ന ഒരു ആളും ഇന്ന വചനം അല്ലെങ്കിൽ ഇന്ന സൂറ എടുത്ത് ഇത് പറയണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പാസ്റ്ററുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇദ്ദേഹം പ്രയോഗിക്കുന്ന പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ഉത്തരം അറിയാം, പാസ്റ്റർ കൊടിത്തോട്ടത്തിന് ഉത്തരം അറിയാം. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നവർ ഈ ആലു ഇമ്രാനിലാണ് മറ്റേ ടൊമാറ്റോ ഇമ്രാനിലാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം എവിടെ മാഡം നിന്നാണ് കുറച്ചും കൂടെ റെഫറൻസ് എടുക്കേണ്ടത്. നമ്മൾ മാന്യതയോടല്ല സംസാരിക്കുന്നത്. കുറച്ച് മാന്യത നിങ്ങൾ പ്ലീസ്. ഓക്കെ എങ്ങനെയാണ് എന്താണ് ജിബ്രു ബ്രദർ ഒന്ന് പറഞ്ഞു കൊടുക്കും, അല്ല ഒന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. തലോടി ഒരു മിനിറ്റ്. അത് പേഴ്സണൽ ഇതിലോട്ടൊന്നും പോണ്ട. ലെറ്റ്സ് സ്റ്റേ ക്വയറ്റ്. ഇപ്പൊ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഖുറാന്റെ കമ്പൈലേഷനായിട്ട് സംസാരിക്കണമെങ്കിൽ അതിന് വേറെ സംസാരിക്കാം. ഇവിടെ ട്രിനിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഖുറാന്റെ ഏതൊക്കെ വർഷം എങ്ങനെയൊക്കെ കമ്പൈൽ ചെയ്ത് അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഡോണ്ട് ടോക്ക് ഓൾ ദാറ്റ് ടോപ്പിക് ഹിയർ. അത് വളരെ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ ഗിബോർ പാസ്റ്ററെ ആരൊന്ന് വിളിച്ചു നോക്കുവോ? കാരണം അദ്ദേഹം വരുമോ ഇല്ലേ, നിൽക്കണോ വേണ്ടെന്ന് അറിയാനാ. എന്തായാലും ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒരു അർജന്റ് ഇല്ലാതെ കൊടുത്തോട്ടം പാസ് ഇത് ചെയ്യത്തില്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഒന്ന് കോൾ ചെയ്ത് നോക്കി. ലീസിസ്റ്റർ ആരെങ്കിലും സംസാരിക്കുന്നത്? വർഗീസ് സാമൽ ബ്രദറെ കൊണ്ട് സംസാരിക്കേ. ഞങ്ങളൊക്കെ എനിക്കൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു വർഗീസ് പാസ്റ്റർ ഉണ്ടോ? വർഗീസ് പാസ്റ്റർ കൊണ്ട് സംസാരിപ്പിക്കേ. നമുക്ക് ഒത്തിരി എല്ലാരും ഒന്ന് കേറല്ലേ അല്ല, പ്ലീസ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം, സംസാരിപ്പിക്കാം. വർഗീസ് പാസ്റ്റർ എനിക്കൊന്ന് ജിബർ ബ്രദറെ ഈ പറഞ്ഞ വേഴ്സസില് ഞാൻ ജസ്റ്റ് റെഫറൻസ് ചെയ്തത് അതുകൊണ്ട് മാത്രം പറയുവാണ്. ബൈബിള് തിരുത്തി എന്ന് ഇമാർക്ക് അതൊരിക്കലും പറയാൻ പറ്റില്ല. അവർ പറയുന്ന കൺസീൽ, നിങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു മീനിങ്ങിലാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഹൈഡ് ചെയ്യുന്നു, ട്രൂത്ത് ഹൈഡ് ചെയ്യുന്നു. അത് ഇത് നമുക്ക് ഏകദേശം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ അകത്ത് അർത്ഥം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഖുറാനും ബൈബിളും കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിരുദ്ധമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്? പക്ഷെ ഇവിടെയുള്ള ഞാൻ സ്റ്റേറ്റ്മെന്റ്, ഇത് പല ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും ഇസ്ലാമിനോട് ലോകമെമ്പാടുമായിട്ട് ചോദിച്ചതാണ്. നിങ്ങളുടെ ഡോക്യുമെന്റിൽ നിന്ന് പറയുന്നത് ഈ ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞ ബൈബിള് തിരുത്തി എന്ന് പറഞ്ഞായിട്ട് തെളിയിക്ക്. ഇവർക്ക് പറ്റിയല്ല.
ഇതൊരു 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ശേഷം ഇസ്ലാം എടുത്ത നിലപാടാണ് ബൈബിൾ തിരുത്തി എന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പിന് വേണ്ടി എടുത്ത നിലപാടാണ്. അല്ലാതെ ഇവരുടെ ആദ്യകാല സോഴ്സുകളിൽ ഒരിടത്തും, ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇവരുടെ ഒറിജിനൽ സോഴ്സിൽ ഒരിടത്തും ബൈബിൾ തിരുത്തി എന്ന് പറയുന്നില്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരിടത്തും പറയുന്നില്ല. മുഹമ്മദ് പറഞ്ഞിട്ടില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു 1094 ഞങ്ങൾക്ക് അള്ളാഹു സംബന്ധിച്ചുള്ള ഒരു വ്യാജ ദൈവനാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേദക്കാരോട് ചോദിച്ചു നോക്കാനാ പറയുന്നത്. ബൈബിള് തിരുത്തി ഇന്ന് ഞാൻ ചലഞ്ച് ചെയ്യുവാണ്, ഒരു മുസ്ലിമിനും അവരുടെ ആദ്യകാല സോഴ്സ് വെച്ച് പറയാൻ പറ്റിയല്ല. പിന്നീട് വന്ന അവരുടെ ഒരു വീക്ഷണമാണ് ബൈബിള് തിരുത്തിയെന്ന്. കാരണം അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണ്. ഈ ആദ്യകാല മോഡേൺ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവർ വേണ്ടി പറയുന്നതാണ് ബൈബിള് തിരുത്തി എന്നുള്ളത്. അല്ല ഇവരുടെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റിയല്ല. ഈ പറഞ്ഞ റെഫറൻസ് ഒന്നും ബൈബിള് തിരുത്തി എന്ന് പറയുന്നില്ല. ഇത് മാത്രമല്ല, ഈ ബൈബിള്, നമ്മുടെ ബൈബിൾ എന്ന് പറയാൻ ന്യൂ ടെസ്റ്റമെന്റ് പോട്ടെ, ഓൾഡ് ടെസ്റ്റമെന്റിനെ വരെ മുഹമ്മദ് അംഗീകരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ജൂതന്മാര് ചോദിക്കുമ്പോൾ ഒരു ഹദീസ് ഉണ്ട്, അതിന്റെ റെഫറൻസ് ഞാൻ പറയാം പിന്നീട്. ഇത് നിങ്ങൾ നിങ്ങളുടെ തോറ കൊണ്ടുപോകുക, എന്നിട്ട് മുഹമ്മദ് അവിടെ നിന്ന് മാറി ഇരുന്നിട്ട് ആ ത്രോണില് അല്ലെങ്കിൽ ആ പീഠത്തിൽ ഈ തോറ എടുത്ത് വെച്ചിട്ട് ഇത് വെച്ച് നിങ്ങൾ വിധിക്കാനാ പറയുന്നത്. അല്ലാതെ ബൈബിള് തിരുത്തി നിങ്ങളുടെ ആദ്യകാല സോഴ്സിൽ നിന്ന്, ആദ്യകാല ഇസ്ലാമിൽ നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റിയല്ല. ഇത് പിന്നീട് വന്ന നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്ക് യു. ഒരിക്കലും ബൈബിൾ തിരുത്തി എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം ബൈബിൾ തിരുത്താൻ ആർക്കും സാധ്യമല്ലെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. ഒരിക്കലും യഹൂദന്മാർ കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ യഹൂദന്മാർ അംഗീകരിക്കാത്ത യേശു ക്രിസ്തുവിനെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ട്, അതല്ലേ? അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇവർക്ക് തിരുത്തി എന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറയുന്നതിന് കാരണമുണ്ട്. അവർ ബൈബിൾ തിരുത്തിയില്ല എന്ന് പറയുകയാണെങ്കിൽ ബൈബിൾ അംഗീകരിക്കേണ്ടി വരും. ബൈബിൾ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു തക്കിയ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. വളരെ കറക്റ്റ് ആണ്. കൊടുത്തോട്ടം പാസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ആരും മൈക്ക് എടുക്കില്ല. കൊടുത്തോട്ടം പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് ഡ്രോപ്പ് ആയി പോയി. അപ്പൊ അതൊന്ന് കണ്ടിന്യൂ ചെയ്യും. പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എവിടെ വരെ പറഞ്ഞു? 4-5 മിനിറ്റ് പോയി. ഇത്രേ ഉള്ളൂ. ട്രിനിറ്റിയെ കുറിച്ചുള്ള സംസാരമായിരുന്നു. തലോടി സംസാരിക്കായിരുന്നു ട്രിനിറ്റിയുടെ. അത് ആ ചോദ്യത്തിന്റെ ആ തുടക്കം മുതൽ തന്നെ ഉത്തരം പറഞ്ഞോളൂ കൊടുത്തോട്ടം പാസ്റ്റർ. ഞാനൊരു 3 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കും, ഒത്തിരി ലോങ് ആയിട്ട് പോകുന്നില്ല. ക്രൈസ്തവൻ ട്രിനിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവപിതാവ്, ദൈവപുത്രൻ, ദൈവപരിശുദ്ധാത്മാവ്. പിതാവിലെയും പുത്രനിലെയും പരിശുദ്ധാത്മാവിലെയും ദൈവത്വം ഒന്നായിരിക്കുന്നു. ഡിവിനിറ്റി അത് ഒന്നായിരിക്കുന്നു. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയല്ല, അത് പകുതി അങ്ങോട്ട് കൊടുത്തു പകുതി ഇങ്ങോട്ട് കൊടുത്തല്ല. പിതാവിലെ ദൈവത്വം അതേപടി പുത്രനിലും അതേപടി പരിശുദ്ധാത്മാവിലും ഇരുന്നാൽ 3 ഇൻഫിനിറ്റ് കൂടിയാൽ ഒന്നാകാനേ സാധിക്കൂ. അത് ഗണിതത്തിന്റെ വസ്തുതയാണ്. അതാണ് ഞങ്ങളുടെ ദൈവത്വം ബഹുത്വമുള്ള ഏകത്വമാണ്. ബഹുത്വമുള്ള ഏകത്വം എന്ന് പറയാൻ എന്താ പാട്? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലേ? ആ കൺസെപ്റ്റാണ്. അപ്പൊ ഞങ്ങളുടെ കൺസെപ്റ്റ് അതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങളുടേത് മോണോഡേറ്റിസം അല്ല ഇസ്ലാമിലെ പോലെ. ഞങ്ങളുടേത് ബഹുത്വമുള്ള ഏകത്വമാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ബഹുത്വമുള്ള ഏകത്വത്തിന് എന്താ പ്രശ്നം? ബഹുത്വമുള്ള ഏകത്വമാണ് നിങ്ങൾ കണക്കിലെടുത്താൽ സംഗതിക്ക് ഒരു സംശയം അവിടെ വരുന്നില്ല. ക്രൈസ്തവന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം പോലെ അല്ല, അത് ബഹുത്വമുള്ള ഏകത്വം, അതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ഇസ്ലാമിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ആക്ഷേപം, ഈ അള്ളാഹു എന്ന് പറയുന്ന ദേവൻ അതൊരു ദേവൻ മാത്രമാണ്. അനേക ദേവന്മാരിൽ 360 ദേവന്മാരിൽ ഒരു ഖുറൈശി ദേവൻ, മുഹമ്മദിന്റെ ഒക്കെ കുടുംബ ദേവനാണത്. പരദേവത എന്നൊക്കെ പറയുന്ന പോലെ, കുലദേവത എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദേവനാണ്. അപ്പൊ ഈ ദേവനെ ഡെയിറ്റിയെ പിടിച്ചാണ് അൾട്ടിമേറ്റ് ഗോഡാക്കാൻ ശ്രമിക്കുന്നത്, ചീഫ് ഗോഡാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതിന് ഒത്തിരി പരിമിതികളുണ്ട്. അത് വിശ്വസിക്കണമായിരുന്നെങ്കിൽ മുഹമ്മദിന് വെളിപ്പെട്ടപ്പോഴേ ഇത് പറയണമായിരുന്നു. ഞാൻ അല്ലാതെ വേറെ ആരുമില്ല, ഞാനാണ് അള്ളാഹു. ഇത് പറയുന്നില്ല, മറിച്ച് വളരെ അപ്രായോഗികമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. കാരണം അപ്പോഴും മുഹമ്മദ് ഖുറൈശിയാണ്. മുഹമ്മദിന്റെ അള്ളാഹുവിന്റെ കൂടെ ഈ മറ്റേ ലാത്തെ മനാത്തെ ഉസയൊക്കെ ഉണ്ട്. ഇവരുടെ ബന്ധം വിച്ഛേദിക്കുന്ന എത്ര നാൾ കഴിഞ്ഞാണ്? ഇപ്പൊ ഇസ്ലാം മതത്തിന്റെ ആവിർഭാവ ഘട്ടത്തിൽ പോലും അള്ളാഹു ബന്ധനമുക്തനല്ല, അള്ളാഹുവിന് മോചനമില്ല. അള്ളാഹു കണക്റ്റഡ് വിത്ത് ഉസ, മനാത്ത, അല്ലാത്ത അവരുമായിട്ട് കിടക്കുകയാണ്. അവരുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ കിടക്കുന്ന ആളാണ്. അവരിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഒരു ഡേറ്റിയെ പിടിച്ചിട്ട് ഈ ഡേറ്റ് സുപ്രീം കോടതിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? കാരണം അനേക ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു പറയാണ്, ഞാൻ അയ്യപ്പനെ മാത്രമേ വിശ്വസിക്കൂ, അയ്യപ്പൻ ഏകനാകുന്നു, ബാക്കിയെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വിധത്തിൽ എങ്ങും പൊരുത്തമില്ല. ഈ ഒന്നൊന്നൊരു കണക്ക് നിങ്ങളുടെ പറയുമ്പോൾ ബാക്കി 359 എണ്ണത്തില് ഈ പറയുന്നതെല്ലാം മുഹമ്മദ് കൊണ്ടു നടക്കുന്ന കാലത്ത് തന്നെയാണ് ഈ അള്ളാഹു വരുന്നത്. അള്ളാഹു കുറെ കഴിഞ്ഞാണ് ലാത്തയും മനാത്തെയൊക്കെ വെട്ടിക്കളയുന്നത്. അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ള പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ അത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ് ഇങ്ങനെ നിർത്തുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മുസ്ലിമിൻ്റെതായ ഒരു പശ്ചാത്തലം ഉണ്ടാകണം, ഇസ്ലാമികമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം. ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചോദ്യമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് കൃത്യമായ മറുപടി മറ്റൊരു രൂപത്തിലായിരിക്കും പറയാനുള്ളത്. കാരണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് ചോദിക്കൂ, ഞങ്ങൾ ഉത്തരം തരാം. ഞങ്ങളുടെ ആൾക്കെല്ലാം ഇത് മനസ്സിലാവുന്നു. ഇത് മനസ്സിലാകാത്ത ക്രൈസ്തവന്റെ കയറി വന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ കേട്ട് ക്രൈസ്തവന് ചോദിക്കാമല്ലോ, എവിടെയെങ്കിലും ചോദിക്കാമല്ലോ. അവർക്ക് ഈ ചോദ്യം ഇല്ലല്ലോ. ഞങ്ങളുടെ ഇഷ്ടം പോലെ കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ടല്ലോ, സെമിനാരികളെല്ലാം ഇത് പഠിക്കുന്നുണ്ടല്ലോ. ആർക്കും ഇല്ല, അവർക്കറിയാം ബഹുത്വമുള്ള ഏകത്വമാണ്. അത് കാര്യം മനസ്സിലാവും. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയില്ല. ഓക്കെ. തലോടി കേൾക്കുന്നുണ്ടോ? ആ തലോടി ഒറ്റ മിനിറ്റ്. അതായത് ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ക്രൈസ്തവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ മനസ്സിലാത്തത്? അതേ തിരിച്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ? അതല്ലല്ലോ പ്രശ്നം. ഇദ്ദേഹം ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു കുപ്പിയിൽ ഒരു 3 ഗ്ലാസ് വെച്ചിട്ട് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് 3നും കൂടി ഒഴിക്കുകയാണ്. വെള്ളമാണ് സംഭവം, പക്ഷെ അത് 3 ഗ്ലാസ്സിനും കൂടി വെച്ച് കഴിഞ്ഞു. സത്യത്തിൽ ഇവിടെ നോക്കുന്നവരെ 3 ഗ്ലാസ് ഉണ്ട് ഇവിടെ. ഇത് 3ഉം സെപ്പറേറ്റ് ആണ്. അതിലൊക്കെ വെള്ളം ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ 3 തന്നെ, ഇത് ഒന്നല്ലല്ലോ. അത് 3 തന്നെയായിട്ടല്ലേ കിടക്കുന്നത് ഇവിടെ. നമ്മളൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് 3 ഗ്ലാസ് വെക്കുകയാണ്, 3 ഗ്ലാസ്സിനും കൂടി വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ ഒഴിക്കുന്നേരം എന്താ സംഭവിക്കുക? ഈ 3 സെപ്പറേറ്റ് ഗ്ലാസ് ആയിട്ട് മാറുന്നു. അത് വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ സത്യമായിട്ട് കണക്കായിക്കോ. എന്നാലും അവിടെ 3 ഇല്ലേ? അതെങ്ങനെയാ ഒന്നാകുന്നത്? താങ്കൾ പറയുന്നത് നമുക്ക് അല്ലല്ല, ഞാൻ വെള്ളമൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾ തന്നെ പറയുന്ന ഉത്തരം നിങ്ങൾ കണ്ടെത്തിയ സത്ത എന്ന് കൊടുത്തോട്ടം പറഞ്ഞ ഞങ്ങളുടെ സത്ത സത്ത അതല്ലെന്ന്. എന്നുള്ളത്, ഞങ്ങളുടെ അല്ല സത്ത താങ്കൾ പറയുന്ന കൊടുത്തോട്ടം അല്ലെന്ന്. സാറ് പറഞ്ഞ സത്ത എന്നത് വെള്ളമായിട്ട് ഞാൻ ആ കണക്കാക്കിയിട്ടുണ്ട്. ഞാൻ കണക്കാക്കിയ അതുകൊണ്ട് ബാക്കിയിടം ഉദാഹരണം എടുത്തത്. കണക്കാക്കിക്കോ. നിങ്ങളൊരു ആരോപണം കൊണ്ടിരുന്നു, നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തും. ഞങ്ങൾക്ക് ഞാൻ അങ്ങനെ ആരോപണമല്ല ആരോപണം വെച്ചേ, തമാശ പറയാതെ. ആരോപണമല്ല വെച്ചേ. താങ്കൾ പറഞ്ഞ നിങ്ങളുടെ അതല്ലേ, ഒരു ഇന്റർപ്രിട്ടേഷൻ 3 ഗ്ലാസ് കൊണ്ടുവരാതെ കൊടുത്തോട്ടം പാസ്റ്റ് പറഞ്ഞ എന്തുവാ? എന്ത് ഇന്റർപ്രിട്ടേഷനാ പറഞ്ഞത്? എന്തോ അതായത് പറഞ്ഞേ? ദൈവത്തിന്റെ സത്ത അത് പരിശുദ്ധാത്മാവിലും പുത്രനിലും ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് 3ഉം ഒന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുപ്പി വെള്ളം എടുക്കുന്നു, 3 ഗ്ലാസ് നിരത്തി വെക്കുന്നു, അതിൽ 3നും കൂടി ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം എന്ന് പറയുന്ന സത്ത അതിൽ 3ലും ഉണ്ട്. പക്ഷെ അത് 3ഉം സെപ്പറേറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ 3 എഴുതാപ്പുറം സെപ്പറേറ്റ് വായിക്കല്ലേ തന്നെയാണ്, ബ്രദറെ? അത് ഒന്നല്ല എന്നാണ് ഞാനിവിടെ അല്ല അല്ല പറഞ്ഞത്. അല്ല അല്ല അങ്ങനെയാണ് അല്ല നമ്മൾ ഈ തലോടി, ദൈവത്തിന്റെ ഒരു അള്ളാഹുവിന്റെ കാര്യം, അട്രിബ്യൂട്ട്സ് എല്ലാം വിപുലമായ ഉള്ള ഒരു കാര്യം, അള്ളാഹുവിന് സത്യമുണ്ടോ? അള്ളാഹുവിന്റെ ഒരു ഒരു കാര്യം, അട്രിബ്യൂട്ട്സ് സെക്കൻഡ്. അള്ളാഹുവിന് സത്യമുണ്ടോ? ഒരു കാര്യം, എല്ലാരും ഒരു കേരളത്തിൽ കാര്യം, ഒരു കാര്യം മ്യൂട്ട് പറയാം. ചെയ്ത് പാസ്റ്റർ പറയും. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഞങ്ങളുടെ ദൈവം പദാർത്ഥ വിധേയനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. പദാർത്ഥമാണ് വെള്ളം. നിങ്ങൾ ഈ പറയുന്ന കരം, ദ്രാവകം, വാതകം ഇതെല്ലാം പദാർത്ഥങ്ങളാണ്. ഞങ്ങളുടെ ദൈവം പദാർത്ഥ വിധേയനല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ദൈവത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടെ പറയാം. പദാർത്ഥമാണോ? നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി, നമ്മൾ വിഷയം മാറ്റിക്കൊണ്ട് പോകണ്ട. ഇപ്പൊ ആരോ ചോദിച്ചു, നമുക്ക് വേണ്ട, അള്ളാഹുവിലേക്ക് പോകണ്ട, അവിടെ കിടക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും പറ. പദാർത്ഥവാഹകനാണോ? ഒരു പദാർത്ഥമാണോ? ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പദാർത്ഥമാണോ? ഞങ്ങളുടെ ദൈവം പക്ക സ്പിരിറ്റ് ആണ്. അതായത് ആത്മാവാണ്, റൂഹാണ്. റൂഹ അല്ലെങ്കിൽ ന്യൂമയാണ് ഞങ്ങളുടെ ദൈവം. കറക്റ്റ് ന്യൂമ ഓ റൂഹയാണ്. അപ്പൊ ഈ റൂഹ് എന്ന് പറയുന്നത് സമ്പൂർണ്ണ അളവിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു കുപ്പിയിലേക്കാക്കി അടുത്ത കുപ്പിയിലേക്ക് പോകുന്ന സംഗതിയല്ല. റൂഹ് സർവ്വ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്, സർവ്വ ഇടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അതിന് സ്ഥലം, കാലം ഇവയൊന്നുമില്ലാത്ത അപരിമിതനായ ദൈവമാണ് ബൈബിളിലെ ദൈവം. അല്ലാതെ കാബായിൽ ഒരു കല്ല് പോലും സാധനം അല്ലത്. ഒരു ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റിയ സംഗതി അല്ലത്. അവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ല. അത് സോളമന്റെ ഗ്രേറ്റ് ആലയം പറഞ്ഞിട്ട് പറയാണ്, നീ സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങുന്നവനല്ല. പിന്നെ ഞങ്ങൾ ഈ പള്ളി പണിത് എന്തിനാ? ഞങ്ങൾ ഇവിടെ വന്ന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിലിരുന്ന് കേട്ട് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക. അതിനുള്ളൊരു ഏകാഗ്രതയ്ക്കുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ക്രൈസ്തവന് നിങ്ങൾ പറയുന്ന തരത്തിൽ ഒരു ദൈവത്തെ അറിഞ്ഞുകൂടാ, വെള്ളം പോലൊരു കുപ്പി മാറുന്ന സംഭവം അറിഞ്ഞുകൂടാ, അങ്ങനെ ഞങ്ങളുടെ ചിന്തയിലില്ല. അതല്ല ഞങ്ങളുടെ സത്ത. ഉസിയ എന്ന് പറഞ്ഞാൽ അതല്ല. ആത്മാവാകുന്ന ദൈവം മുഴു പ്രപഞ്ചത്തിനും അപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയാണ്. ആ മഹാശക്തിത്വം അതേ അളവിൽ പിതാവിൽ, അതേ അളവിൽ പുത്രനിൽ, അതേ അളവിൽ പരിശുദ്ധാത്മാവിൽ. അതെന്താ പറ്റിയല്ലേ? ദൈവത്തിന് അങ്ങനെ പറ്റിയല്ലേ? സ്വന്തം അളവിൽ. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പറ്റിയെന്ന് പറയാം. ദൈവത്തിന് ആ ഒരു കഴിവില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ഈ സർവമഹത്വം, സർവശക്തിത്വം അത് അതേ അളവിൽ പിതാവിൽ, അതേ അളവിൽ പുത്രനിൽ, അതേ അളവിൽ പരിശുദ്ധാത്മാവിൽ ഒരേ തവണ നിറയുന്ന അനുഭവത്തിലാകാനുള്ള കഴിവ് ഞങ്ങളുടെ ദൈവത്തിനുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. അള്ളാഹുവിന് അങ്ങനെ ഇല്ലെങ്കിൽ ആ കഴിവില്ലെന്നങ്ങ് പറഞ്ഞേക്ക്. ഞങ്ങളുടെ ദൈവത്തിന്
പിതാവിൽ സന്നിവേശിച്ചിരിക്കുന്ന ദൈവത്വം അതേ അളവിൽ ഒരു കുറവുമില്ലാതെ സർവശക്തി, സർവജ്ഞാനിത്വം, സർവവ്യാപിത്വം അതേ അളവിൽ പുത്രനിൽ, അതേ അളവിൽ പരിശുദ്ധാത്മാവിൽ വിന്യസിക്കാൻ പറ്റും. ഇത് ഞങ്ങള് അങ്ങനെ തന്നെയാണ് ബൈബിളിൽ കാണുന്നത്. അത് തന്നെയാണ് ക്രൈസ്തവന്റെ ചിന്ത. ഏകമെന്ന് പറയുന്നത് ദൈവത്തെയാണ്. ദൈവം ഏകൻ. ആ ഏകത്വം നിലനിൽക്കുന്ന ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 എൻറ്റിറ്റി. ഇതാണ് ക്രൈസ്തവന്റെ വിശ്വാസം. അല്ലാതെ വെള്ളം മാറ്റി കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് ഞങ്ങൾക്കില്ല. കാരണം പദാർത്ഥ വിധേയനല്ല ദൈവം. അതാണ് എന്റെ കാരണം. ഞാൻ താങ്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത ആളിലേക്ക് പോവാം. കാരണം താങ്കൾക്ക് ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു ഒരു മിനിറ്റ് ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ അല്ല ഒരു മിനിറ്റ് താങ്കൾക്ക് ഞാൻ അടുത്ത ആളിലേക്ക് ഞാനൊരു താങ്കൾക്ക് വാക്ക് എന്തായാലും പറഞ്ഞോട്ടെ തൃത്വം ഇന്ന് തെളിയിക്കാൻ പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു താങ്കൾക്ക് ഞാൻ വാക്ക് പറഞ്ഞത് പറയാം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. പാസ്റ്ററെ, ഇവർക്കൊക്കെ അല്ല, കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഇവർക്ക് ഈ തൃത്വം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? വേദപുസ്തകം പറയുന്നു, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നിനക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ ഇവരെ കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ ഈ തൃത്വം എങ്ങനെ അവരുടെ തലയിൽ കയറുക? എന്തൊക്കെ പറഞ്ഞാലും ഇവരെ തലയിൽ കയറില്ല. ഇവർ മാനുഷ്യ ബുദ്ധി കൊണ്ടാണ് ദൈവത്തെ അളക്കുന്നത്. മാനുഷ്യ ബുദ്ധി കൊണ്ട് ദൈവത്തെ അളന്നാൽ കാണാനും ഗ്രഹിക്കാനും കഴിയില്ല. അതിനെ ആത്മാവ് കൊണ്ട് തന്നെ ഗ്രഹിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ അത് വെളിപ്പെട്ട് കിട്ടുള്ളൂ. ഞങ്ങൾക്കൊക്കെ വെളിപ്പെട്ട് കിട്ടിയതുപോലെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അല്ലല്ല ഞാനൊരു സിസ്റ്റർ, അതിലെ സിസ്റ്റർ ഒരു വരിക. അതായത് ഇതിലെ പ്രശ്നം ഇവർക്കുള്ള ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രൂപം അവിടെ ഉണ്ട്. അള്ളാഹുവിന്റെ പേര് കല്ലുണ്ട്. അപ്പൊ തൊട്ടറിയാം, മനസ്സിലാക്കാം. അപ്പൊ ഒരു കല്ലേ ഉള്ളൂ, ബാക്കി കല്ലെല്ലാം അടിച്ചു ചേർത്ത് കളഞ്ഞില്ലേ? ബാക്കി ബിംബങ്ങളെല്ലാം കളഞ്ഞു. അപ്പോൾ ഒറ്റ കറേ ഉള്ളൂ. അത് മനസ്സിലാവും. അള്ളാഹു പദാർത്ഥമാണോ അല്ലയോ ഇദ്ദേഹം പറഞ്ഞില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, നമ്മളങ്ങും കേട്ടില്ല, ഖുറാനിൽ കണ്ടിട്ടില്ല. ഊഹം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വാക്യം തരണം. ഇതാ ഞങ്ങൾ കാരിസ്മതിനോട് ചോദിച്ചത്. അള്ളാഹു സ്പിരിറ്റ് ആണോ അള്ളാഹു പദാർത്ഥമാണോ എന്നുള്ള കാര്യത്തിൽ പറയണം. പദാർത്ഥമാണെന്നാണ് നമ്മൾ വായിക്കുന്നതെന്ന് അനുമാനിക്കാൻ പറ്റിയ കാര്യം. പദാർത്ഥമാണെങ്കിൽ എണ്ണാൻ എന്താ പാട്? ഞങ്ങൾക്ക് ദൈവത്തെ എണ്ണാൻ പറ്റില്ല. ഞങ്ങളുടെ ദൈവത്തെ ഇതുവരെ എണ്ണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം ദൈവം ഏകൻ. ആ ദൈവത്വം പിതാവിൽ, പുത്രനിൽ, പരിശുദ്ധാത്മാവിൽ. അത് മനസ്സിലാകാഴിയൊന്നുമല്ല ഇവർക്ക്. മറിച്ച് ഇവരിൽ എന്തോ അതിൽ സുപ്രീമായിട്ട് എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി വരികയാണ്. അത് വൃഥാ വ്യായാമമാണ്. കാരണം നിങ്ങൾക്ക് ദൈവം അല്ലുള്ളത് ഡേറ്റിയാണ്. അത് വളരെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞല്ല, ഈ മുഹമ്മദിനെ തീറ്റിപ്പോറ്റിയ അബു താലിബ് പറഞ്ഞാണ്, നീ പറയുന്നതിന് മുമ്പ് ഇത് കേട്ടിട്ടില്ല, ഇത് ആദ്യം കേൾക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളിയല്ലേ കേൾക്കേണ്ട? ഒരു സമുദായത്തിലും കേട്ടിട്ടില്ല. അടുത്തത് ഇവർ പറയുന്ന ഇബ്രാഹിമാണ് ഇത് തുടങ്ങി വെച്ചത്. അല്ലാ ഏത് ഇബ്രാഹിമാണ് തുടങ്ങി വെച്ചത്? എന്ത് തെളിവ്? ഖുറാനിൽ പറയുന്നതാണോ തെളിവ്? 570 610 എഴുതിയ ഖുറാനിൽ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ഞങ്ങൾക്ക് തെളിവല്ല. നിങ്ങൾ പറയുന്ന അതേ ന്യായം ട്രിനിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ പോലെ 610 എഴുതി വെച്ച ഒരു കൃതി, അത് അശാസ്ത്രീയമായ ഒരു കൃതി, ആരെഴുതി എങ്ങനെ എഴുതി എന്നൊന്നും യാതൊരു തെളിവുമില്ലാത്ത ഒരു കൃതി. മുഹമ്മദിനെ പറ്റി ചരിത്രത്തിൽ അതിന് പുറത്ത് സംഗതിയില്ല. നിങ്ങൾ ക്രൈസ്തവരോട് സംസാരിക്കാൻ വരുമ്പോൾ പറയാണ് ഇബ്രാഹിമിനെ ഇങ്ങോട്ട് അയച്ചു. നിങ്ങളുടെ തന്നെ ഖുറാനിൽ എന്താ പറയുന്നത്? 34 അധ്യായത്തിൽ എന്താ പറയുന്നത്? ഈ നിന്റെ സമുദായത്തിലേക്കല്ലാതെ നിനക്ക് മുമ്പ് മെക്കയിലേക്ക് ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല. പിന്നെ ഇബ്രാഹിം അള്ളാഹു എന്ന് പറഞ്ഞ് വെച്ചാൽ എങ്ങനെ ഒക്കും? അത് എവിടെ തെളിവായിട്ട് വരും? അപ്പൊ ഇതൊന്നും തെളിവല്ല. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് കേവലം ഡെയിറ്റിയാണ്, ഒരു ഗോത്രദേവനാണ്. അവിടെ നിങ്ങൾക്കുണ്ടായൊരു മേൽക്കോയ്മ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ദൈവങ്ങളെയും അവരുടെ ആചാരങ്ങളെ എല്ലാം തകർത്തിട്ട് ഇത് മാത്രം നിലനിർത്തി. അപ്പൊ നിങ്ങൾക്ക് എണ്ണാം, ഒരു കുഴപ്പമില്ല. 360 പോയിട്ട് ഒരെണ്ണം ഉണ്ടാകും. എണ്ണി. ഞങ്ങൾ ഇന്ന് വരെ ദൈവത്തെ എണ്ണിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ഏകനാണ്. ആ ഏകൻ പിതാവായി, പുത്രനായി, പരിശുദ്ധാത്മാവായിട്ട് ദൈവ സാന്നിധ്യം ഈ 3 പേരിലും പൂർണ്ണ അളവിൽ ഞങ്ങൾ ആസ്വദിക്കുന്നു. അത് ക്രൈസ്തവന്റെ 2000 വർഷത്തെ അനുഭവമാണ്. ഈ സിസ്റ്ററിലേക്ക് പോവാം. നമുക്കൊരു അവസരം ഓക്കെ, കിട്ടത്തില്ല. ഞാനിവിടെ ചോദിക്കുന്നത്, ഒരു മിനിറ്റ്, ഞാനിവിടെ ചോദിക്കുന്നത്, തൃത്വത്തെ പറ്റി ചോദിക്കുന്ന മുസ്ലിം വിശ്വാസികൾ ആദ്യം അവര് പറയണം അല്ലാഹു തൃത്വത്തെ പറ്റി അവരെ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് ഖുറാനിൽ. ആദ്യം അവരുടെ വിശ്വാസം എന്താണ് തൃത്വം എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന വചനം വെച്ച് ഇവിടെ അവര് പറയണം. എന്നിട്ട് വേണം നമ്മളോട് അങ്ങനെയാണോ എന്ന് ചോദിക്കാൻ. അങ്ങനെയല്ലേ പാസ്റ്റർ? നല്ല പോയിന്റ് സിസ്റ്റർ, നല്ല പോയിന്റാ. ഓക്കെ, ഞാൻ എന്റെ ഇതൊന്ന് പറഞ്ഞൂടെ? എനിക്കെന്റെ ഒരു അഭിപ്രായം, ഈ പാസ്റ്ററോടാണ് ഞാൻ ചോദിച്ചത്. റൂമുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്ററോട്. പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞല്ലോ സിസ്റ്റർ. അതൊക്കെ ഇല്ലില്ല, പാസ്റ്റർ പറയട്ടെ. ഇത് എത്ര നേരമാണ് ഇരിക്കുന്നത്? ഇപ്പോൾ 1.5 മണിക്കൂറായെന്ന് തോന്നുന്നുണ്ട്. അല്ല ഹിജോബ് അല്ല മറ്റേ ഇത് കറക്റ്റല്ല. നമുക്ക് ഈ വിഷയം കേൾക്കുന്നില്ല. എനിക്ക് മാത്രമാണോ അറിയില്ല. പാസ്റ്ററിന്റെ പാസ്റ്റർ ഫോണിന് പറയുന്നത് പാസ്റ്ററിന്റെ ഫോൺ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. മൈക്ക് ഇഷ്യൂ ഉണ്ട്. യൂനുസ് അടുത്ത ഞാനല്ലേ പിന്നെ വന്നേ? അല്ല യൂനുസ്. ആ ഓക്കെ. യൂനുസ് ഭായ് സംസാരിക്കുന്നോ?
ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർക്ക് നമസ്കാരമുണ്ട്. അദ്ദേഹം ഇവിടെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ബൈബിൾ അതിലെ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ബൈബിള് അതിൽ കൂട്ടിച്ചേർത്തു എന്നുള്ള കാര്യങ്ങൾക്ക് എന്ത് തെളിവാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങയുടെ ശ്രദ്ധയിലേക്കായി ബൈബിളിൽ തന്നെ ഉള്ള വചനങ്ങൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇരമ്യാവിൽ ഇല്ല, അത് വേണ്ട, ഖുറാനിൽ നിന്ന് പറയണം. അത് വേണ്ട, ബൈബിളിൽ പല കാര്യമുണ്ട്. നിങ്ങൾ ഖുറാനിൽ നിന്നുണ്ടേ പറയണം. അല്ല, കേട്ടോ, ബൈബിള് പറഞ്ഞതപ്പോ ഖുറാനിൽ നിങ്ങൾക്ക് അംഗീകാരമല്ല, അല്ല, ബൈബിളിൽ അംഗീകരിക്കൂല. പറഞ്ഞിടക്കണം, ഞങ്ങൾ പരിഹരിച്ചോളാം. അത് നീക്ക് ആ പരിപാടി വേണ്ട, ആ പരിപാടി വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് ബൈബിൾ അപ്പൊ അല്ലല്ല ബൈബിൾ അല്ല എടുത്താ നിങ്ങൾക്ക് ഭയാണ്. ഇല്ല, ഒരു ബൈബിൾ ഭയവും എടുത്തു ഇല്ല. കഴിഞ്ഞാൽ എടുക്കേണ്ട രീതിയിൽ നിങ്ങൾക്ക് എടുത്താൽ ഭയമില്ല. ഭയമാണ്. എടുക്കേണ്ട രീതിയിൽ എടുത്താൽ ഭയമില്ല. അതായത് മുഹമ്മദിന് കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നത്? നിങ്ങൾ പറഞ്ഞത് മുഹമ്മദും അള്ളാഹും അല്ല, പറയുന്നില്ല. ഞങ്ങളല്ല, നിങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചത് ബൈബിളിൽ വായിക്കുന്നത് പറയുന്നത് ശരിയാണോ അത് നിങ്ങൾക്ക് അല്ലല്ല, പറയാലോ. ബൈബിളിൽ പറയുന്നത് ക്രൈസ്തവൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അത് നിങ്ങൾ മുഹമ്മദോ വ്യാഖ്യാനിച്ചോളൂ. അള്ളാഹുവോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് പറഞ്ഞത് തെറ്റാണ്. തെറ്റാണെങ്കിൽ താങ്കൾ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ ഞാൻ എന്നോട് ഇതേ പറഞ്ഞിട്ടില്ലല്ലോ. ചോദ്യം ഞാൻ യുക്തിവാദി ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല ഇവിടെ കറക്റ്റ് പാസ്റ്ററെ. മറുപടി. ഹലോ, പാസ്റ്ററെ, നിങ്ങൾ ബൈബിള് കൂട്ടിച്ചേർത്തതാണ് എന്ന് ഞാൻ അതിലത്തെ വചനം വായിക്കുമ്പോ അത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് ഉദ്ധരിക്കാലോ. അതിനെന്തിനാ വേണ്ടല്ലോ, പാസ്റ്റർ അതിന്റെ ആവശ്യമില്ല. ഭയപ്പെടുന്നത്? അത്രയും വിശാലത വേണ്ട നമുക്ക്. വേണ്ട, നിങ്ങളുടെ അടവൊക്കെ നമുക്കറിയാം. നമുക്ക് വേണ്ടത് അല്ല, എന്റെ മുസ്ലിമായിട്ട് ചോദിക്കുന്നത്. അടവൊന്നുമില്ല. അല്ല, ബൈബിള് എന്റെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമല്ലേ ഇത് പാസ്റ്ററെ? ബൈബിൾ നിങ്ങൾക്ക് അപ്പൊ എന്തോ അതിന്ന് ബൈബിൾ ബൈബിൾ നിങ്ങൾക്ക് എന്താ? ഉദ്ധരിക്കുമ്പോ താങ്കൾക്ക് എന്തിനാ ഭയപ്പാട്? നിങ്ങൾക്ക് എന്താ ബൈബിള്? അത് കേക്കട്ടെ. മുസ്ലിമിന് ബൈബിൾ എന്താണ്? അല്ല, ഞാൻ പാസ്റ്ററെ ചോദിക്കുന്നത് പാസ്റ്ററെ അത് അല്ലല്ല, വിടും. നിങ്ങൾ കൊടിത്തോട്ടം പാസ്റ്റർ വിശ്വസിക്കുന്ന ഒരു ബൈബിളിൽ തന്നെ. വാക്ക് അല്ല, ഇവർക്ക് ഖുറാൻ വെച്ച് തെളിയിക്കാൻ കഴിയാത്ത എന്താണ്? നിങ്ങൾക്ക് എന്താ ഭയം? അല്ല, ഖുറാൻ നിങ്ങൾ വെച്ച് തെളിയിക്കാൻ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന എന്താ ഭയം? ഗ്രന്ഥമല്ലേ ബൈബിള്? അതിൽ ഞങ്ങൾ എഴുതി വിശ്വസിക്കുന്ന വെച്ചിട്ടുണ്ടല്ലോ അത് വള്ളി ഇത് പുള്ളി തെറ്റാതെ ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്ന്. വിശ്വസിക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യല്ല വേണ്ടത്. നിങ്ങൾക്ക് തെളിവ് തരണമെങ്കിൽ നിങ്ങളുടെ ഖുറാൻ വെച്ച് തെളിയിക്കണം. പറ്റുമോ? നിങ്ങളുടെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടേ ആയത്ത് ഇങ്ങോട്ട് എടുക്ക്. എന്താ നിങ്ങൾക്ക് ഇത്ര ഭയം? അത് നിങ്ങൾ ചെയ്യാത്ത ഒരാള് എന്താ? സംസാരിച്ച പോരെ? ഞാൻ ഒരാൾ അതെ സംസാരിച്ച പോരെ? ഞാൻ ഇസ്ലാമും ഖുറാനും ഒക്കെ വിട്ട ആളാ. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ആധികാരികമായി എനിക്കറിയാം, പറയാൻ നിങ്ങൾ പറ്റും. വാട്സപ്പില് നിങ്ങളുമായിട്ട് കുറെ സംസാരിച്ച ആളാ ഞാന്. അതുകൊണ്ട് അപ്പൊ ഒന്ന് അത് ചെയ്യും. ക്ഷമിക്കും. നിങ്ങൾക്ക് ഖുറാൻ എടുക്കാൻ എന്താണ് ഇത്ര ഭയം? മാസ്റ്റർ നിങ്ങൾ അല്ല, ഖുറാൻ വെച്ച് മാസ്റ്റർ തെളിയിക്കും. എന്നല്ല നിങ്ങളുടെ മുഹമ്മദ് കാര്യം നബി പറയുന്നത്. നിങ്ങളെ നിങ്ങൾ പഠിപ്പിച്ച എല്ലാവരും അവിടെ പാഠങ്ങൾ വളഞ്ഞു ഇങ്ങോട്ട് വെച്ച് പഠിപ്പിക്കും ഞങ്ങളെ. ആക്രമിക്കല്ലേ. അല്ല നിങ്ങളെ മുഹമ്മദ് നബി നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിച്ചതാ. അതല്ലേ വേണ്ടത്? ഖുറാൻ തെറ്റാണ്, അല്ല ബൈബിൾ തെറ്റാണ്, ബൈബിൾ കൂട്ടിച്ചേർത്താണെന്ന് മുഹമ്മദ് നബി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്ത് ഇങ്ങോട്ട് എടുക്ക്. നിങ്ങൾ എല്ലാരും പാടെ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കല്ലേ. ഒരാള് ഞങ്ങൾ സംസാരിക്കണ്ടല്ലോ. ആരെയും വളഞ്ഞിട്ട് ആക്രമിക്കില്ല. പാസ്റ്റ് ഇവിടെ ചോദിച്ചല്ലോ. നിങ്ങൾ നിങ്ങളൊന്ന് ബൈബിള് സൈലന്റ് ആവൂ. വ്യാഖ്യാനിക്കേണ്ടത് ബൈബിൾ ഇവിടെ പണ്ഡിതന്മാരാണ്, അല്ലാതെ നിങ്ങളോടല്ല മുസ്ലിങ്ങളല്ല. ചോദ്യം. മുസ്ലിങ്ങളെ ഖുറാൻ ഞങ്ങൾ വ്യാഖ്യാനിക്കാൻ വന്നാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇല്ലല്ലോ. ഞാൻ നിങ്ങളെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ. വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ അതിനെ ആധികാരികമായി എന്തെങ്കിലും പിടിക്കത്തില്ലേ? പറയുന്നതിന് സുധച്ചേച്ചി, ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും ബൈബിൾ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിലെ ഹൃദയല്ല, അവസാനത്തെ ഭാഗത്ത് വളരെ സൗദ വ്യക്തമായി ബീഗം. എഴുതിയിട്ടുണ്ട്. ആ ആ എന്തോ ബീഗാകട്ടെ, ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ വ്യാഖ്യാനിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ പറയാം? നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. നിങ്ങളെ മുഹമ്മദ് നബി പറഞ്ഞു തന്ന നിങ്ങളെ വാക്ക് സൂറത്തും ആയത്തും വ്യക്തമായിട്ട് ഇങ്ങോട്ട് കാണിച്ചു തന്നാൽ മതി. ഞങ്ങൾ വായിച്ചെടുത്തോളാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇവിടെ അനിൽ കൊടിത്തോട്ട പാസ്റ്ററാണ് ഇവിടെ കാര്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം നൽകുന്നത്. അപ്പൊ അദ്ദേഹം പറയട്ടെ. നിങ്ങൾ 4-5 പേര് പറഞ്ഞാലേ പാസ്റ്റ് പറഞ്ഞല്ലോ. പാസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾ 4-5 പേര് ആരും കേൾക്കുന്നില്ലല്ലോ. പറഞ്ഞില്ല. യൂനസ് 4-5 പേര് ആരും പറഞ്ഞില്ല. സൗദ ബീഗം പറയുമ്പോൾ ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. ഇവര് പറഞ്ഞത് എന്ത് കേൾക്കും? ഇടയ്ക്ക് കയറി നമ്മുടെ സംഭാഷണം തടസ്സപ്പെടുത്തരുന്നേ ഉള്ളൂ. ഇപ്പൊ ലീസിസ്റ്റ് പറയാം, ഒരു മോഡറേറ്ററാണ്. അപ്പൊ 2-3 പേര് കയറി ചർച്ച അലമ്പരുന്നേ ഉള്ളൂ. നമ്മുടെ ന്യായമായ കാര്യം നമ്മൾ ഈ പറയുന്നത്. അതായത് ദാവാക്കാരന്റെ ഒരു അടവ് നയമാണ് ഞങ്ങൾ ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ മാസങ്ങളായിട്ട്. അതായത് ദാവക്കാരൻ പറയുന്നതിന് പിൻബലമില്ല, ബൈബിള് തിരുത്തി. നിങ്ങളുടെ മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിക്കുക, അത് പേടിയണോ? അത് പേടിയണോ? നിങ്ങളുടെ അള്ളാഹുവിനെ കൊണ്ട് പറയിപ്പിക്കും, പേടിയണോ? ബൈബിളിലെ ഒരു പരാമർശം എടുത്തിട്ട് അതിന് നിങ്ങൾ വ്യാഖ്യാനം കൊടുക്കരുതെന്നേ സൗദാബീഗം പറഞ്ഞുള്ളൂ. ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ള ഞാൻ അറിവിന്റെ മഹാനഗരമാണ്, അതിലേക്കുള്ള വഴി അലിയാണ്. അലിയോട് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം. അലിക്ക് കഴിയാത്തത്
നിങ്ങൾ ചെയ്യാൻ പോകണോ? യൂനസ് ചെയ്യാൻ പോകണോ? അല്ലെ പറ, മുഹമ്മദിനേക്കാൾ ഞാൻ ഇത് കണ്ടുപിടിച്ചു, മുഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം ഞാൻ കൊണ്ടുവരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ വായിക്കാം. മുഹമ്മദ് ആ കാര്യം കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോൾ കൊണ്ടുവരികയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ കുഴപ്പമില്ല. കാരണം നിങ്ങൾ ബൈബിളിനെ പറ്റി ആരോപിക്കുന്ന ആരോപണം മുഹമ്മദ് പറയുന്നില്ല. ഒന്ന്, മുഹമ്മദിനെ പറ്റി നിങ്ങൾ പറഞ്ഞ ക്ലെയിമും ബൈബിളിലെ കാര്യങ്ങളില്ല. നിങ്ങൾ പറയുന്നുണ്ട് മുഹമ്മദ് മോശ പറഞ്ഞു വിട്ട പ്രവാചകനാണ്, മുഹമ്മദ് മിണ്ടിയിട്ടില്ല. നിങ്ങൾ പറയുന്നു യോഹന്നാൻ പറയുന്ന സത്യത്തിന്റെ കാര്യസ്ഥനാണ്, മുഹമ്മദ് മിണ്ടിയിട്ടില്ല. ഇതെല്ലാം അമുസ്ലിം ചിന്തയാണ്, അനിസ്ലാമിക ചിന്തയാണ്. നിങ്ങൾ ഇസ്ലാമായിട്ട് സംസാരിക്കുക. അല്ലെ നിങ്ങൾ പറ ഞങ്ങൾ ഇത് കണ്ടെത്തിയാണ്, മുഹമ്മദിന്റെ കാലത്തൊന്നും കണ്ടെത്തിയില്ല, പുതിയ പണ്ഡിതന്മാരായ ഞങ്ങൾ കണ്ടെത്തിയാണെന്ന് പറഞ്ഞോളൂ, ഒരു അല്ല കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് പേടിയില്ല. കൊടുത്തോട്ടം നിങ്ങൾ ഈ പറഞ്ഞ പേടിയേ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് അനിൽ പാസ്റ്റർ അള്ളാഹുവിനും ഒരു അറിയത്തില്ലെന്ന് മിനിറ്റ് പറയണം. പിന്നെ അള്ളാഹു വർഗീസ് ഇത് പാസ്റ്റർ ഒരു പറഞ്ഞിട്ടില്ല. മിനിറ്റ്. ആ വർഗീസ് പാസ്റ്ററെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ എന്തിനാ പിന്നെ ഈ അല്ല ആവശ്യമില്ലാതെ പ്രസംഗം വേണ്ട, ആ, പ്രസംഗം വേണ്ട, കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ മതി. പ്രസംഗിച്ചിട്ടില്ല പ്രസംഗമൊന്നും വേണ്ട. വർഗീസ് പാസ്റ്ററെ, ഞാൻ അതാ പറഞ്ഞത്, പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ ഇതാണ് പറയുന്ന കാര്യം കൊടുത്തോട്ടം പറഞ്ഞാൽ പാസ്റ്റർ, മതി. നിങ്ങളെ റൂമിൽ ഇങ്ങോട്ട് വന്നുള്ള കമന്റുകൾ വേണ്ട, സ്ഥിതി, നിങ്ങളെ കമന്റുകൾ റൂമിൽ വേണ്ട. നിങ്ങൾ അങ്ങ് വന്നാലുള്ള പറഞ്ഞാൽ മതി, സ്ഥിതി കമന്റുകൾ ഇതാണ്. വേണ്ട. ആളെ വളഞ്ഞിട്ട് ഇല്ല ആക്രമിക്കുക. നിങ്ങളുടെ യൂനസ് അല്ല, പറഞ്ഞോളൂ, യൂനസ് പറഞ്ഞോളൂ. ഇതാണ് നിങ്ങളുടെ നിങ്ങളെ കയ്യിരിപ്പോണ്ട. റൂമിൽ ആളുകൾ വരാൻ ആ മടിക്കണത്. കണ്ടോ? ഇപ്പൊ എത്ര ഞങ്ങളുടെ ആള് ആളെ വരണ്ട, സംസാരിക്കണ നിങ്ങളെ ഒരാളോട്? ക്ഷണിച്ചില്ലല്ലോ ഇങ്ങോട്ട്. ആ നിങ്ങൾ ആ, സംസാരിച്ചോളൂ, നിങ്ങൾ ആര് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞില്ല. പക്ഷെ ക്ഷണിച്ചില്ല എന്ന്? നിങ്ങളെ എക്സ്ട്രാ ഇത് കമന്റുകളൊന്നും പറയാ, വേണ്ട. ആർക്കെങ്കിലും വേണ്ടല്ലോ ഇതുമായി പറഞ്ഞേ. ബന്ധപ്പെട്ട് സംസാരിക്കണം, കയറി വരാന്ന് പറഞ്ഞിട്ടാ ഞാൻ കയറി വന്നത്. ആ അനിൽ അതെ കോഴിക്കോട്ടെ യൂനുസ് ഭായ് പാസ്റ്ററാണ് നിങ്ങളുടെ ഇതിന്റെ യൂനുസിന് ഉത്തരം സംസാരിക്കൂ, മുട്ടി ഉത്തരവാദി. എന്നുള്ളതിന്റെ യൂനുസ് ഭായ് ലക്ഷണമായി കാണുന്നത്. സംസാരിക്കൂ, അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിക്കട്ടെ പക്ഷെ അല്ല ഒരു പിന്നെ സംസാരിക്കൂ വേറെ നരേറ്റീവ് സംസാരിക്കൂ. ഉണ്ട്. അത് ഞാൻ പറയട്ടെ, യൂനസ് പറഞ്ഞോളൂ.